ഹായ് ഹലോ ഫ്രണ്ട്സ്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും കാണുമായിരിക്കും. പക്ഷേ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, കുറേ പേർക്ക് ഇഷ്ടമായി. സോ ഡിസ്ലൈക്ഡ് ആയിട്ടുള്ള ആളുകളിൽ കുറേ പേര് ഈ സിനിമ എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ഡിസ്ലൈക്ഡ് ആയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ വീഡിയോ. ഇതൊരു വലിയൊരു ഒറ്റ സിനിമയാണ്. അതിൻ്റെ പ്ലോട്ട് അവരും ഓരോ സിനിമ എങ്ങനെ എടുക്കാൻ പറ്റും അതുപോലെ ഇൻഡിവിജ്വൽ സിനിമ പോലെ അവർ മേക്ക് ചെയ്തേക്കും. ബിക്കോസ് ലൂസിഫറിൽ ആദ്യം ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു ഫസ്റ്റ് ഹാഫിൽ, എന്നിട്ട് അവിടുത്തെ ഒരു പ്രശ്നം എൻഡപ്പ് ചെയ്യുന്നു, എന്നിട്ട് സെക്കൻഡ് പാർട്ടിലോട്ട് ഒരു ഡോർ ഓപ്പൺ ആക്കുന്നു. സെക്കൻഡ് പാർട്ടായിട്ടുള്ള എമ്പുരാനിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അവിടുത്തെ പ്രശ്നം സെക്കൻഡ് ഹാഫിൽ സോൾവ് ചെയ്യുന്നു, എന്നിട്ട് തേർഡ് പാർട്ടിലോട്ട് ഡോർ ഓപ്പൺ ആക്കുന്നു. ഇങ്ങനെയാണ് ഇതൊരു മേക്ക് ചെയ്തേക്കുന്നത്. ബട്ട് നമ്മൾ കാണുന്നവർ വിചാരിക്കും ഇതൊരു 3 സിനിമയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് 3 സിനിമ, ഇറ്റ്സ് ഓൺലി 1 മൂവി. പിന്നീട് ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു ഡിസപ്പോയിൻമെന്റ് ആളുകൾക്ക് വന്നിട്ടുള്ളത് അവരുടെ തെറ്റിദ്ധാരണ മൂലമാണ്. ഇതിന്റെ ക്ലൈമാക്സിൽ, എമ്പുരാന്റെ ക്ലൈമാക്സിൽ ഒരു റെഡ് ഡ്രാഗന്റെ സൂട്ട് ഇട്ടിട്ട് ഒരു വ്യക്തിനെ കാണിക്കുന്നുണ്ട്. അത് ആരാന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. ആക്ച്വലി അദ്ദേഹം റിക് യൂനി എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ആക്ടറാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീരീസ്, പിന്നെ ജെയിംസ് ബോണ്ട് സീരീസ്, പിന്നെ സ്ക്രീൻ റൈറ്റർ, അങ്ങനെ ഒരു വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അയാൾ ഹോളിവുഡിലെ. അയാളെ അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് വെറുതെ ഒന്നുമല്ല. അവർക്ക് വളരെ മാസീവ് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വ്യക്തിനെ അവർ ഈ പടത്തിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, സിമ്പിളായിട്ടുള്ളൊരു മലയാള സിനിമയാണെങ്കിൽ എന്തിന് ഹോളിവുഡിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് അവിടെ അഭിനയിപ്പിക്കണം? ഓൾറെഡി ലൂസിഫറിനകത്ത് തന്നെ ബിഗിനിങ് സീനിൽ ഒരു വെള്ളക്കാരൻ ഒരു കുറേ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലൂസിഫറിന്റെ എൻഡ് സീനിൽ എബ്രഹാം ഖുറേഷി വരുമ്പം ഹെലികോപ്റ്റർ തുറന്നു കൊടുക്കുന്ന ഒരു സീനുണ്ട്. ഈ സീൻസിനകത്ത് 2 വെള്ളക്കാരെ കാണിച്ചിട്ടുണ്ട്. ആ വെള്ളക്കാർ ആക്ച്വലി എമ്പുരാനകത്തുണ്ട്. അതും എല്ലാവരും ഒന്നും നോട്ടീസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഓൾറെഡി ഫിനിഷ്ഡ് ആണ്. അതും ചെറിയ രീതിയിലുള്ള വർക്കോ സ്റ്റഡിയോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല. വെരി മാസീവ് ആയിട്ടുള്ളൊരു ജീനിയസ് വർക്കാണ്. മുരളി ഗോപി ചെയ്തു വെച്ചേക്കുന്ന ഒരു മാജിക് ആണ് എമ്പുരാൻ സിനിമ അല്ലെങ്കിൽ ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ സ്ക്രിപ്റ്റ്. 5 വർഷം മുന്നേ കാണിച്ച ഒരു സീനിന്റെ ഫോളോ അപ്പ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പം വന്ന എമ്പുരാനകത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻലി ഉണ്ടാക്കിയ മാർവൽ യൂണിവേഴ്സ്, അതിനകത്ത് ഒരുപാട് സിനിമകൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിൽ എവിടെയെങ്കിലും ഒരു ചുമ്മാ ഒരു സീൻ കാണിക്കും, പക്ഷെ അതിന് എന്താണെന്ന് നമുക്ക് അപ്പം മനസ്സിലാവില്ല. മേ ബി അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് 8ാമത്തെയോ 10ാമത്തെയോ സീക്വൽ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അന്നത്തെ ആ ഫസ്റ്റ് പാർട്ടിനകത്ത് കാണിച്ചേക്കുന്നതിന്റെ എക്സ്പ്ലനേഷൻ കാണിക്കും. സോ അത്രയും വലിയ രീതിയിൽ മാർവൽ ഒക്കെ ചെയ്യുന്നത് പോലെ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ഹ്യൂജ് പ്രോജക്റ്റാണ് ഈ ലൂസിഫർ ഫ്രാഞ്ചൈസി. അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഈ 3 പാർട്ടും കണ്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കണ്ടതിന് ശേഷമേ നമുക്ക് അൾട്ടിമേറ്റ്ലി മനസ്സിലാവും. അത് 3 പാർട്ടാണെങ്കിൽ 4 പാർട്ട് ഉണ്ടെങ്കിൽ 4 പാർട്ട്, അത് ഡിപ്പെൻസ്, നമുക്കറിയത്തില്ല. സോ ഇതൊരു സിമ്പിൾ മലയാളം ടിപ്പിക്കൽ സ്വാഗ് മൂവി അല്ല. ഇതൊരു ഹോളിവുഡ് ലെവലിലുള്ളൊരു മൂവിയാണ്. അതിനെ നമ്മൾ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ മലയാളം ഇൻഡസ്ട്രിക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് ഉള്ള ഒരു മൂവിയെ നമുക്ക് വേൾഡ് ലെവലിൽ കൊണ്ടുവരാനും പറ്റൂ. അതുമാത്രമല്ല, നമുക്കിനി ഇതേപോലുള്ള മൂവീസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ ഒരുപാട് ഇന്നർ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഫസ്റ്റ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ലൂസിഫർ എന്ന് പറഞ്ഞൊരു പേര്, അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു പേര്, അല്ലെങ്കിൽ 3ാമത്തെ പാർട്ടിന്റെ പേരെന്താണ്? ഈ 3 ചോദ്യം എൻ്റെ മുന്നിലുണ്ടാകും. ഞാൻ അങ്ങനെ ഇരുന്ന് കുറേ റിസർച്ച് ചെയ്തു, കുറേ പേരുടെ വീഡിയോസ് ഒക്കെ കണ്ട് പലരും ഈ കാര്യങ്ങളുടെ എല്ലാം ഉത്തരം ഓൾറെഡി ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ബേസിസിലാണ് ഞാനിത് പറഞ്ഞത്. ലൂസിഫർ എന്ന് പറഞ്ഞ പേരിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഒരു മാലാക ദൈവത്തെ എതിർത്തപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കപ്പെട്ട മാലാകയാണ് പിന്നീട് സാത്താനാകുന്നത്, അല്ലെങ്കിൽ ലൂസിഫർ ആകുന്നത്. ഈ സിനിമയിൽ ഈ സെയിം കഥ ഒളിച്ചിരിപ്പുണ്ട്. PKRനെയാണ് ഈ സിനിമയിൽ ദൈവമായിട്ട് കാണിക്കുന്നത്. PKRും സ്റ്റീഫനും തമ്മിൽ എവിടെയോ എന്തോ ഒരു ക്ലാഷ് ഉണ്ടാകുമ്പോൾ സ്റ്റീഫനെ PKR പുറത്താക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു സിനാരി വരുമ്പോൾ സ്റ്റീഫൻ നാട് വിടുന്നുണ്ട്. ആ നാട് വിട്ട വ്യക്തിയാണ് എബ്രഹാം ഖുറേഷി ആയിട്ട് വരുന്നത്. എബ്രഹാം ഖുറേഷിനെ കാണിക്കുന്നത് സാത്താനായിട്ടാണ്. ഇനി എമ്പുരാന്റെ കഥയാണെങ്കിൽ ദൈവവും രാജാവും തമ്മിലുള്ള കണക്ഷൻ ഒരു വ്യക്തിയിലൂടെയാണ് പോകുന്നത്. ആ വ്യക്തിയാണ് എമ്പുരാൻ എന്ന് വിളിക്കുന്നത്. എമ്പുരാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് ഇതാണ്. സോ ഈ സിനിമയിലെ ദൈവം PKR, രാജാവ് കേരളം ഭരിക്കുന്ന CM ആയ ജതിൻ രാംദാസ്. ജതിനും PKRും തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ല. അത് ഓൾറെഡി നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് മനസ്സിലായി. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് സ്റ്റീഫൻ. അതാണ് എമ്പുരാൻ സിനിമയുടെ ഈ ടൈറ്റിലിനകത്ത് വരുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്റ്റോറി. അതുപോലെ തന്നെ ഇനി എമ്പുരാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ല, ആ ക്യാരക്ടർ ഇവോൾവ് ആയി വേറൊരു ക്യാരക്ടറാകും. കാരണം രാംദാസ് മരിച്ചുപോയി, ജതൻ രാംദാസ് അല്ല ഇനി CM. സോ ഇവർ രണ്ടും പോകുമ്പോൾ ഇനി എമ്പുരാൻ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തി
കുരേഷിയുടെ റോളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേരായിരിക്കും തേർഡ് പാർട്ടിന് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലൈമാക്സ് ക്രെഡിറ്റ് സീൻസിനകത്ത് പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനകത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞ ടേം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എമ്പുരാൻ സിനിമയുടെ ക്ലൈമാക്സിൽ അസ്രായേൽ എന്ന് പറഞ്ഞൊരു വേർഡിങ് ക്ലൈമാക്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൻ്റെ പാട്ടിനകത്ത് വരുന്നുണ്ട്. സോ അസ്രായേൽ ആരാന്ന് ചോദിച്ചാൽ, അസ്രായേൽ ഒരു മാലാഖയാണ്, ഏറ്റവും ക്രൂവലായിട്ടുള്ള മാലാഖ. അതൊരു ജൂയിഷ് വേർഡാണ്. മനുഷ്യനെ ഉണ്ടാകാൻ ദൈവം തീരുമാനിച്ചപ്പം അതിന് വേണ്ടുന്ന വസ്തുക്കൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം മാലാഖമാരോട് പറഞ്ഞു. എല്ലാ മാലാഖമാരും തോറ്റ് ആർക്കും ഒന്നും കണ്ടെത്താൻ പറ്റാതായപ്പം ഈ ക്രൂരനായ അസ്രായേൽ മാലാഖ ആണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ട് അസ്രായേൽ മാലാഖയ്ക്ക് ഒരു പവർ കൊടുക്കും ദൈവം, മനുഷ്യന്റെ ജീവൻ എടുക്കാൻ. സോ ഇനി വരാൻ പോകുന്ന എബ്രാം ഖുറേഷിയുടെ പെർഫോമൻസ് അസ്രായേൽ മാലാഖയുടെ സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും എബ്രാം ഖുറേഷി L3 ചെയ്യാൻ പോകുന്നത്. വിച്ച് മീൻസ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ഹീ വിൽ ഡിസൈഡ് ഹൂ ഷുഡ് സ്റ്റേ ഇൻ ദിസ് വേൾഡ്, അല്ലെങ്കിൽ കൊല്ലുക. അതായിരിക്കും അടുത്ത പാർട്ടിൽ എബ്രാം ഖുറേഷിയുടെ മോട്ടീവ് അല്ലെങ്കിൽ പർപ്പസ് ആ ക്യാരക്ടറിൻ്റെ. അതുപോലെ തന്നെ ഈ അസ്രായേൽ എന്ന വേർഡ് കണക്ട് ആവാൻ വേറൊരു കാരണമുണ്ട്. കബൂഗ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ. ഈ ക്യാരക്ടറിൻ്റെ അടുത്ത് എബ്രാം ഖുറേഷി പറയുന്നുണ്ട് നരകത്തിൽ വെച്ച് കാണാമെന്ന്. ഇതൊരു സ്പോയിലറാണ്, ബട്ട് എൻ്റെ വീഡിയോ ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്കത് പറഞ്ഞേ പറ്റും. സോ നരകത്തിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ കബൂഗ വില്ലനാണ്. സോ അയാൾ മരിച്ച് നരകത്തിൽ പോകും. ബട്ട് നായകൻ മരിച്ച് നരകത്തിൽ പോയാൽ പടം മുന്നോട്ട് പോകത്തില്ല. സോ മരിക്കാതെ നരകത്തിൽ പോകുന്ന ഒരാളായിട്ടാണ് എബ്രാം ഖുറേഷിനെ ഇതിൽ കാണിച്ചേക്കുന്നത്. മരിക്കാതെ നരകത്തിൽ പോകുന്ന ഒരേ ഒരാളുള്ളത് കാലൻ. കാലൻ എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ അന്യൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അന്യനായിട്ട് വരുന്ന ക്യാരക്ടർ, അതാണ് കാലൻ. ഈ കാലൻ ഈക്വൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് അസ്രായേൽ. സോ മോസ്റ്റ്ലി L3 പേര് അസ്രായേൽ എന്നായിരിക്കാം. നമ്മളെല്ലാവരും L2 എക്സ്പെക്ട് ചെയ്തൊരു കാര്യമായിരുന്നു ഇലൂമിനാറ്റി. പക്ഷേ ഐ ഹോപ്പ് L3 ഇലൂമിനാറ്റി വരുന്നത്. ബിക്കോസ് ഇലൂമിനാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 കുടുംബങ്ങൾ ലോകം കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇലൂമിനാറ്റി. അതിൽ 9 ഫാമിലീസ് ഡയറക്റ്റ്ലി ഡ്രഗ് ഡീൽ ചെയ്യുന്ന ടീമുകളാണ്. അവർ ഡ്രഗ് ഡീൽ ചെയ്യുന്നത് ഷെങ് ട്രയാഡ്സുമായിട്ടാണ്, അല്ലെങ്കിൽ ട്രയാഡ്സ് ഗ്രൂപ്പുമായിട്ടാണ്. ആ ഷെങ് ട്രയാഡ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളെയാണ് L2 ക്ലൈമാക്സിൽ നമ്മൾ കണ്ടത്. ഈ ഷെങ് ട്രയാഡ്സിനും കബൂഗ ഗ്യാങ്ങിനും കണക്ഷൻ ഉണ്ട്. സോ കബൂഗ ഗ്യാങ്ങും എബ്രാം ഖുറേഷിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പം ഷെങ് ട്രയാഡ്സ് വരുന്നു. ഇനി ഷെങ് ട്രയാഡ്സിനെ ഖുറേഷി എബ്രഹാം ഡിഫീറ്റ് ചെയ്യുമ്പം ഷെങ് ട്രയാഡ്സും ഈ ഇലൂമിനാറ്റി ഗ്രൂപ്പ്സും തമ്മിൽ കണക്ഷൻ ഉണ്ട്. സോ ഷെങ് ട്രയാഡ്സിനെ ഡിഫീറ്റ് ചെയ്തതിൻ്റെ റിവെഞ്ച് എടുക്കാൻ ഇലൂമിനാറ്റി വരും. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ L3 ആയിരിക്കും ഇലൂമിനാറ്റി വരുന്നത്. ഇതിന് വേറൊരു കാരണമുണ്ട്. ഇലൂമിനാറ്റിയിലെ ഈ 9 ഫാമിലീസിലെ ഒരു ഫാമിലിയാണ് റോത്ത് ഷൈൽഡ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനെ ഓൾറെഡി എബ്രാം ഖുറേഷി ആയിട്ട് ക്ലാഷ് ഉണ്ടായിട്ടുണ്ടെന്ന് ലൂസിഫറിന്റെ ഫസ്റ്റ് സീനിൽ ഒരു വെള്ളക്കാരൻ ഇരുന്ന് കമ്പ്യൂട്ടറിൽ കുറേ ന്യൂസ് ആർട്ടിക്കിൾ നോക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ടിൽ റോത്ത് ഷൈൽഡ്സുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഒരു ആർട്ടിക്കിൾ കാണിക്കുന്നുണ്ട്. സോ വിച്ച് മീൻസ് ഇതൊരു ഒന്നാമത്തെ പാർട്ടിന്റെ ഒന്നാമത്തെ സീനിനെ ക്ലൈമാക്സിലോട്ടൊക്കെ കണക്ഷൻ പോയിട്ടുള്ള ഒരു പടമാണ്. ഇതൊരു വല്ലാതൊരു നെറ്റ്വർക്കും മിസ്റ്ററി ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. മലയാളത്തിൽ ഇതേവരെ ഇങ്ങനൊരു സിനിമ ഉണ്ടായിട്ടില്ല. ആൻഡ് മുരളി ഗോപി ഈസ് ലിറ്ററലി എ ജീനിയസ്. അദ്ദേഹം എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എമ്പുരാൻ സിനിമ ഒന്നുകൂടി ഒന്ന് കാണണം. എന്നിട്ട് നിങ്ങൾ പറയണം നിങ്ങളുടെ അഭിപ്രായം. ഇൻ മൈ ഒപ്പീനിയൻ മലയാള സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു മൂവി തന്നെയാണ് ഇത്. അതൊരിക്കലും ഒരു സംശയം വേണ്ട. L3 ഇറങ്ങി എല്ലാ പടങ്ങളും ഇറങ്ങിയതിന് ശേഷം നമ്മളിത് കാണുമ്പം നമുക്കിതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ആൻഡ് സോ യു ഗായ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരുപാട് ഇന്നർ കണക്റ്റഡ് ആയിട്ടുള്ള മീനിങ്സും കുറേയേറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒറ്റ പ്രാവശ്യം കാണുമ്പോൾ മനസ്സിലായില്ല എന്ന് വരും. സോ ഞാനപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ബേസിൽ ഇഫ് യു ഗൈസ് ക്യാൻ എൻജോയ് ദ മൂവി വൺസ് അഗെയിൻ ട്രൈ ഇറ്റ് ഔട്ട്. സോ ടേക്ക് കെയർ. ആൻഡ് അനാവശ്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഹാവിങ് എ ഗ്രേറ്റ് ലോസ് ഫോർ അവർ മലയാളം ഫിലിം ഇൻഡസ്ട്രി. എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ സീ യു.